അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു ദമ്പതികളെ കാണുന്നുണ്ട്, അനന്യ സഫീറ ദമ്പതികൾ. 2-ാം അധ്യായത്തിൽ സഭയൊക്കെ സ്ഥാപിതമായി. 3-ാം അധ്യായത്തിലൊക്കെ മുടന്തനൊക്കെ എഴുന്നേറ്റൊക്കെ നടന്നു, വലിയ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുപോയി അവർ വസ്തുവകകളൊക്കെ വിറ്റ്, അവർക്കുള്ള എല്ലാം വിറ്റ് അവരെല്ലാം കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. ഇനി മുൻപോട്ട് പുതിയൊരു സഭ രൂപാന്തരപ്പെട്ട് വന്നിരിക്കുന്നു. എങ്ങനെയാണ് മുൻപോട്ടുള്ള കാര്യം എന്ന് അറിയത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ കുറെ കാര്യം എടുത്ത്, കുറെ പൈസ എടുത്ത് മാറ്റി, വിറ്റ തുകയിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ എടുത്ത് മാറ്റി വെച്ചു. എന്താ മാറ്റി വെക്കാനുള്ള കാരണം? ഇത് പുതിയൊരു സഭയായിട്ട് തുറന്നിരിക്കുക, ഇതിന് വല്ല അടിസ്ഥാനമുണ്ടോ? ഇത് തൂണയിലും കമുകയിലും ഒക്കെ ഇരിക്കുന്ന സഭയാ, ഇത് നിന്നിപ്പോവോ? ഇതിന്റെ ഗതി എന്തായി തീരും? അവർ പണം എടുത്ത് മാറ്റി വെച്ചു, ദൈവത്തെ അവിശ്വസിച്ചു, പരിശുദ്ധാത്മാവിനെ അവിശ്വസിച്ചു. അവരുടെ അന്ത്യം എങ്ങനെയായിരുന്നു നമുക്ക് അറിയാം. ഇങ്ങനെയാണ് പലരും സഭയിലോട്ട് വരുമ്പോൾ എല്ലാവരുടെയും ചോദ്യം, സ്നാനപ്പെടുമ്പോൾ ഞാൻ ഒരുപാട് പേരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ചോദ്യം, പേഴ്സണലായിട്ടുള്ള ചോദ്യം ഇതാണ്: ബ്രദറെ, കല്ലറ ഉണ്ടോ? കല്ലറ ഉണ്ടോ എന്ന് എല്ലാവരുടെയും ചോദ്യം. സഭയ്ക്ക് അടിസ്ഥാനമുണ്ടോ? മരിച്ചാൽ എവിടെ കുഴിച്ചിടും? കല്ലറ ഉണ്ടോ? കല്യാണം നടക്കുമോ? ഇതൊന്നും വിഷയമല്ല. നമ്മൾ സത്യം അറിഞ്ഞാൽ, ആ സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ആ സത്യം അറിഞ്ഞാൽ പിന്നെ സത്യത്തിന്റെ കൂടെ നിൽക്കുക. അതിനുശേഷം മക്കളുടെ വിവാഹം നടക്കുമോ, അടക്കമോ ഒടുക്കമോ ഇതൊന്നും നോക്കണ്ട. എന്നാൽ പെന്തിക്കോസിൽ പോയതിന്റെ പേരിൽ, വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ ഇന്ന് വരെ ഒരു ശവവും അടക്കാതിരുന്നിട്ടില്ല. എല്ലാ വിശ്വാസികളും നല്ല ഒന്നാന്തരം മാന്യമായ രീതിയിൽ ശവം അടക്കിയിട്ട് തന്നെയുണ്ട് എല്ലാ സഭകളും. അതിനെക്കുറിച്ച് ഓർക്കണ്ട. അതാ ഞാൻ എല്ലാവരും സഭ കല്ലറ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതാ ഒരു ശവം കൂടെ വരുന്നു നമുക്കൊക്കെ തോന്നുന്നത്. അങ്ങനെയല്ല. നമുക്ക് വേണ്ടുന്നത് നല്ല അടക്കമല്ല, നല്ല ഒടുക്കമാ. മറന്നു പോകരുത്. സ്തോത്രം. ചിന്തിക്കുക, ഞാൻ പറഞ്ഞത് ശരിയാണോ എന്ന്. ദൈവം അനുഗ്രഹിക്കട്ടെ.